അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏതാ ചായ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമ്മൾ ചായക്കടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചുകൊണ്ടാണ്. വളരെ സിമ്പിളാണ്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് കൂട്ടുകാരെ. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കുറെ വേട്ടാവോളിയന്മാർ കുറെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും വലിയ ആൾക്കാരൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്നു. നമ്മൾ അതിനൊക്കെ പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പിന്നെ നമ്മൾ അവരെ പോലെ തരം താഴാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, നമുക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് പറഞ്ഞാണ് കൂട്ടുകാരെ, ഒരുപാട് കൂട്ടുകാരെ എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല 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 കമന്റുകൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ രീതിയിലുള്ള റെസിപ്പി ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ സംഭവമാണ് നമ്മൾ ചെയ്യുന്ന കൂട്ടുകാരെ. ഞാൻ അപ്പോൾ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഒരു 300 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 5 പാളയത്തോളം പഴം നല്ല പഴുത്ത എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക ചതച്ചതാണ്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ച് മാവായിട്ടൊന്ന് മിങ്കിൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. പഴമെല്ലാം നല്ല വൃത്തിയാണെന്ന് ഉടഞ്ഞിട്ടാണ് നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അത് നമുക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പൊ ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി കിട്ടണം. നിങ്ങൾക്ക് ഇതിനകത്ത് പാല് ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പാല് ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ചേർക്കുന്നത് പറഞ്ഞാൽ വെള്ളമാണ്, ചൂടുവെള്ളം. അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ മാവ് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയാണ്. ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഓരോ സ്പൂണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. നിറഞ്ഞു പോകണ്ട. നമുക്കൊരു 2 മിനിറ്റ് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഇതേപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചെയ്യാം. ഇപ്പൊ എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ എടുത്ത് മാറ്റാം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നമ്മൾ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.